അപൂർവമായിട്ടുള്ളൊരു സംഭവം ഈ അടുത്ത ദിവസം കേട്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് ചെയ്തു, പിണങ്ങി. അപ്പോൾ അത് സ്വാഭാവികമായും അത് ഡൈവോഴ്സ് കേസിലേക്കായി, അത് കോടതിയിലെത്തി. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും കേസ് വിളിക്കണം. വീണ്ടും കേസ് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും കോടതിയിൽ വെച്ച് കണ്ടുമുട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ് നന്മയും തിന്മയും സമമല്ല എന്ന കാര്യം. വല തസ്തവിൽ ഹസനത്തു വല സയ്യ. നന്മയും തിന്മയും സമമല്ല. നന്മയുടെ ഫലമല്ല തിന്മക്കുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നാലും അള്ളാഹു ഈ കാര്യം ഓർമ്മപ്പെടുത്താനൊരു കാര്യം ഇതിന് ശേഷം പറയുന്നൊരു സംഗതിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നതും നമ്മളൊരാൾക്കൊരു ഉപദ്രവം ചെയ്തു കൊടുക്കുന്നതും സമമല്ല എന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തിന്മയെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെപ്പറ്റി അപവാദങ്ങൾ പറയുകയോ നമ്മളെ അവഹേളിക്കാൻ ശ്രമിക്കുക, അപമാനിക്കാൻ ശ്രമിക്കുക, ശാരീരിക ആക്രമണം എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെന്ത് ചെയ്യണം, നന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കണം. ഇപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ തിരിച്ച് ചീത്ത പറയും, അതിനേക്കാളും ഗൗരവത്തിൽ പറയും. ഒരാൾ നമ്മളോട് മിണ്ടാതിരുന്നത് നമ്മളവരോട് മിണ്ടാതിരിക്കും. ഇതല്ല വേണ്ടത് എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും ഇത് നമ്മൾ അനുവർത്തിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളോടാണ്. നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഇവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എന്തെന്നെ അവർ ചെയ്താലും നമ്മൾ അങ്ങോട്ടുള്ള നല്ലൊരു സമീപനം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവം ഈ അടുത്ത ദിവസം കേട്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് ചെയ്തു, പിണങ്ങി. അപ്പോൾ അത് സ്വാഭാവികമായും അത് ഡൈവോഴ്സ് കേസിലേക്കായി, അത് കോടതിയിലെത്തി. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് കേസ് വിളിച്ചപ്പോഴൊക്കെ ഇപ്പോൾ രണ്ടുപേരും കോടതിയിൽ ഹാജരായി. രണ്ടാൾക്കെതിരെയുള്ള വാദങ്ങളും കാര്യങ്ങളൊക്കെ വക്കീൽ മുഖേന അവതരിപ്പിച്ചു. അങ്ങനെ കേസ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്താ വെച്ചാൽ ഈ പെൺകുട്ടിയുടെ, അതായത് ഭാര്യയുടെ പിതാവിന് സുഖമില്ലാതെയായി. അപ്പോൾ എന്തൊക്കെയോ ഹാർട്ട് സംബന്ധമായ തകരാറായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച്, പക്ഷേ അവിടുന്ന് നല്ല ചികിത്സ ഒന്നും കിട്ടാതെ രോഗി ഏകദേശം മരണപ്പെട്ടു പോകാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അപ്പോൾ ഈ വിവരം എന്ത് ചെയ്തു, ഈ ഭർത്താവ് അറിഞ്ഞു. അപ്പോൾ ഇവരെ ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന ഈ ബന്ധത്തിൽ ഇവരുടെ ഭർത്താവ് അറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ, അയാൾ കുറച്ച് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പഴയ ആ ബന്ധം ആലോചിച്ച് അയാൾക്ക് സുഖമില്ലാറിഞ്ഞപ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അയാളെ ഷിഫ്റ്റ് ചെയ്ത് നല്ല ചികിത്സ കൊടുത്ത് അയാൾ അസുഖം സുഖമായി അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും കേസ് വിളിക്കണം. വീണ്ടും കേസ് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും കോടതിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ തൻ്റെ പിതാവിനെ സഹായിച്ച അയാളുടെ ആ നല്ല മനസ്സ് കണ്ടപ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അന്ന് കോടതിയിൽ അയാൾക്കെതിരെയുള്ള ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനല്ല തോന്നിയത്. അയാളെ വന്ന് ആലിംഗനം ചെയ്ത് പിടിച്ച് എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ തെറ്റിനും ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിച്ച് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തോടു കൂടെ എന്ത് ചെയ്തു, കൈ പിടിച്ച് ഇറങ്ങിപ്പോയി. നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആൻ പറയുന്ന ചില ആശയങ്ങളുടെ മഹത്വം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇവിടെ എന്താ ഉണ്ടായത്, ഇതിപ്പോൾ ബില്ലത്തി ഹിയാസ് എന്നാണ്. ഇവരിപ്പോൾ കേസ് കൂടിയിട്ട് അയാളെ ജയിലിലാക്കാനും അയാളെ കൊണ്ട് ജീവനാംശം വാങ്ങാനൊക്കെ നടക്കുന്ന ആളുകൾ, അങ്ങനെ ആ പിതാവിന് സഹായിക്കേണ്ട ഒരു ആവശ്യം അയാൾക്ക് എന്താണുള്ളത്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, തൻ്റെ ഭാര്യയുടെ പിതാവായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, അയാളെ ബന്ധപ്പെടുകയും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊരു നന്മയാണ്. തന്നോട് കുറച്ച് മോശമായി പെരുമാറുമ്പോഴും താൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുകയാണ്, നല്ല നിലക്ക് പെരുമാറും. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട്, ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, നിങ്ങൾക്കിടയിൽ വലിയ ശത്രുതയുണ്ടെങ്കിലും കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായി, ഏറ്റവും അടുത്ത ആളുകളായി നിങ്ങൾ മാറുന്നതാണ്. എന്തൊരു വലിയ കാര്യമാണ്. അതായത് മനുഷ്യനായ ശത്രുവിനെ നേടാൻ ഖുർആൻ പറയുന്ന പരിഹാരം അവരുടെ നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളതാണ്. പിശാചാകുന്ന ശത്രു നേടാനോ അള്ളാഹുവോട് നമ്മൾ ഇസ്തിആദത്ത്, രക്ഷ തേടുക എന്നുള്ളതാണ്. രണ്ടും ഏകദേശം ഒരു സ്ഥലത്താണ് ഖുർആൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളോട് ചെയ്യുന്ന മോശം പ്രവർത്തനങ്ങളിൽ നമ്മൾ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പരിഹാരമായി കാണുന്നത് വെച്ചാൽ നമ്മൾ അവരെ ശത്രുക്കളെങ്കിലും കൂട്ടുപിടിച്ച് അവരെ എങ്ങനെ ആക്രമിക്കാനും അവരെക്കുറിച്ച് അപവാദ പ്രചരണം നടത്താനും ശ്രമിക്കുക ചെയ്യുക. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളോടൊരു ഗുണകാംക്ഷ കാണിക്കും, അത് അവരെ ചിന്തിപ്പിക്കും, ആരെയും ചിന്തിപ്പിക്കും.
സത്യത്തിൽ നമ്മൾ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മളെന്താ അറിയോ, ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ വീഴ്ച വരുത്തല്ല വേണ്ടത്. ഭർത്താവ് കുറച്ച് മോശമായിട്ട് പെരുമാറിയാൽ 4-5 ദിവസത്തേക്ക് അയാൾക്ക് ചോറ് കൊടുക്കണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. ഭാര്യ പിണങ്ങിയാൽ ഇനി അവളെ മൈൻഡ് ചെയ്യേണ്ട, അവൾ നീ എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ നോക്കട്ടെ എന്നല്ല ചിന്തിക്കുക. നമ്മൾ നമ്മുടെ കാര്യം ഭംഗിയായി ചെയ്തു കൊടുക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു മനംമാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇത്തരം പരിഹാരങ്ങളെ അതിൻ്റെ ഗൗരവത്തിലെടുക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതൊരു പ്രത്യേക നന്മ. എല്ലാവർക്കും നന്മ കൊടുക്കുന്ന പുണ്യമുണ്ട്, പക്ഷേ നമ്മളോട് എതിര് ചെയ്യുന്ന ഒരാൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. എന്താണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്? അള്ളാഹു അത്തരത്തിലുള്ള വിശുദ്ധ ഖുർആൻ്റെ നിയമങ്ങളെയും അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.